ഹലോ, ഇന്നത്തതേ ഒരു ചെറിയ സെയിൽ വീഡിയോ ആണ്. എൻ്റെ കയ്യിൽ ഒരുപാട് ചെടികളൊന്നും ഉണ്ടാവില്ല. ഓരോ ചെടിയുടെയും ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്ലാന്റ്സ് ഒക്കെ കാണത്തുള്ളൂ. ഇത് വീട്ടിൽ തന്നെ വളർത്തിയെടുക്കുന്നതുകൊണ്ട് തന്നെ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. ചില ചെടികൾക്ക് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ചിലതൊക്കെ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതുണ്ട്. ഓൺലൈനായിട്ട് ചെടികൾ സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് തന്നെ എൻ്റെ അമ്മക്കൊരു സപ്പോർട്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല റെസ്പോൺസാണ് ഉണ്ടായത്. പക്ഷെ പലർക്കും പ്ലാൻസ് ഞാൻ കൊടുക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ അത്ര കുറച്ച് പ്ലാൻസ് എൻ്റെ കയ്യിൽ ഉണ്ടാവുള്ളൂ. പിന്നെ റൂട്ടുള്ള പ്ലാൻസ് മാത്രമല്ല, കട്ടിങ്സും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ചെടിയുടെ കട്ടിങ്സ് ആണ് ഉള്ളതെന്ന് ഞാൻ ആ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. DTDC വഴിയാണ് കൊറിയർ അയക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൊറിയർ ചാർജ് എക്സ്ട്രാ വരുവേ. ചെടികളുടെ പ്രൈസൊക്കെ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിലേ ഫോൺ നമ്പർ ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. കഴിവതും വാട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യണേ. ഇത് രംഗൂൺ ക്രീപ്പറാണ്. ഇതിൻ്റെ കട്ടിങ്സ് ആണ് ഉള്ളത്, നാടനല്ല കേട്ടോ. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെയും കുറച്ച് കളറേ കാണത്തുള്ളൂ. ഇതിൽ ഈ കാണുന്ന വെറൈറ്റി കുറച്ച് ഡ്വാർഫായിട്ടുള്ളതാണ്, ഹൈറ്റിൽ പോവില്ല കേട്ടോ. ഇനിയുള്ളതേ കുറച്ച് കലാത്തിയ വെറൈറ്റിയാണ്. ഇതിൽ ഈ കാണുന്നതേ കുറച്ച് സ്ലോ ഗ്രോത്താണ്. ഇതൊരു നാടൻ ആന്തൂറിയാണ്, അതായത് ലൈറ്റ് റോസ് ഷെയ്ഡിൽ വരുന്നത്. ഇനി കുറച്ച് അഗ്ലോണിമ വെറൈറ്റീസ് ആണ്. ഇതിൽ ഈ കാണുന്നത് അധികം ഹൈറ്റ് വെക്കത്തില്ല കേട്ടോ. ഇനി കുറച്ച് പോത്തോസ് ആണ്. ഇതിൽ സിൽവർ പോത്തോസൊക്കെ നല്ല ഡിമാൻഡുള്ള പ്ലാന്റാണ്. ഈ ഒരു ചെടിയുടെ പേരെനിക്കറിയില്ല. ഇതിൻ്റെ കട്ടിങ്സ് ആണ് കൊടുക്കാനുള്ളത്. ഈ ചെടി ഉപയോഗിച്ചിട്ട് നമുക്ക് ചില രൂപങ്ങളൊക്കെ ഉണ്ടാക്കത്തില്ലേ, അങ്ങനെ ഉപയോഗിക്കുന്ന ചെടിയാണ് ഇത്. അടുത്തത് ജമന്തിയാണ്. ഇതിൽ 3 കളറുണ്ട്. അതിലേതാണെന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല കേട്ടോ. അടുത്തത് കുറച്ച് സിങ്കോണിയം വെറൈറ്റീസ് ആണ്. പീസ് ലില്ലിയുടെ പ്ലാന്റേ ഒന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് കാറ്റ്സ് ക്ലോ ആണ്. പിന്നെ വരുന്നത് ബിഗോണിയ വെറൈറ്റീസ് ആണ്. ഇനി കുറച്ച് അരേലിയ വെറൈറ്റീസ് ആണ്. ഈ കാണുന്നത് കുറച്ച് റോസ് പ്ലാന്റ്സ് ആണ്. കുറച്ച് ചെടിയേ ഉള്ളൂ കേട്ടോ. ഇനി ഏറ്റവും ഡിമാൻഡുള്ള ഒരു ചെടിയാണ് നമ്മുടെ മെലസ്റ്റോമ. ഇതും കുറച്ച് പ്ലാന്റ്സേ ഉണ്ടാവുള്ളൂ കേട്ടോ. മഴക്കാലത്ത് മാത്രം കാണപ്പെടുന്ന കുറേ ചെടികളുണ്ടല്ലോ അല്ലേ, അതിൽ പ്രധാനമായിട്ടുള്ളതാണ് ലില്ലി. അതിൻ്റെയും ഒരു 2-3 കളറുണ്ട്. ഇത് നമ്മുടെ നാടൻ മൾബറി ആണ്. ഇതിൻ്റെ കട്ടിങ്സ് ആണ് കേട്ടോ ഉള്ളത്. ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ്. ഇത് നിക്കോഡിയ പ്ലാന്റ് ആണ്. അധികം വെള്ളം വേണ്ട, സിൽവർ കളർ ലീഫായിരിക്കും. ഇത് നാടൻ വെർബീനിയാണ്. ഈ കാണുന്ന 3 കളറാണ് കേട്ടോ ഉള്ളത്. ഇത് പൂക്കളായ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് വൺ ഡേ ഓർക്കിഡ് അല്ലെങ്കിൽ പീജിയൻ ഓർക്കിഡ് എന്നൊക്കെ പറയൂ കേട്ടോ. ഈ കാണിച്ച ചെടികളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.